നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവിടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വേറെ വല്ല റെസ്റ്റോറന്റും നോക്കായിരുന്നു. എനിക്ക് ഭക്ഷണം വേണ്ട, എത്രയും വേഗം നാട്ടിലെത്തണം. തനിക്ക് എന്താ പറ്റിയേ? പറ്റിയതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട, അതാ നല്ലത്. എന്ത് ചെയ്യും? ചേട്ടാ എന്താ ഇത് വേണ്ട, കഴിക്കുന്നില്ല. എത്രയെന്ന് പറഞ്ഞാ മതി. 100. വാ പോവാം. തന്റെ കയ്യിലിരിക്കുന്നത് എന്റെ ഫോണല്ലേ? താനെന്തിനാ എന്റെ ഫോൺ എടുത്തത്? ഫോൺ എടുത്തതുകൊണ്ട് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ എനിക്ക് പറ്റി. എന്റെ സ്വഭാവവും ഫോണും തമ്മിൽ എന്താ ബന്ധം? ഫോണിലാണല്ലോ പുറമെ നന്മ മരമൊന്ന് നടിക്കുന്ന എല്ലാവരുടെയും തനി നിറം ഒളിഞ്ഞിരിക്കുന്നത്. എന്റെ ഫോണിൽ താൻ എന്ത് കണ്ടു എന്നാ പറഞ്ഞു വരുന്നേ? ഓ, ഇനിയിപ്പോ ആ വൃത്തികേട് ഞാൻ തന്നെ പറയണോ? നിർത്ത്. താൻ വലിയ വാചകം അടിക്കുന്നുണ്ടല്ലോ. അനുവാദമില്ലാതെ മറ്റൊരാളുടെ ഫോൺ എടുത്ത് നോക്കുന്നത് ശരിയാണെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഇനിയിപ്പൊ ഞാൻ ഫോൺ എടുത്തതാണ് വലിയ കുറ്റമൊന്ന് വരുത്തി തീർക്കണ്ട. തുരുതുരാന്ന് മെസ്സേജ് വന്നപ്പോ നിങ്ങൾക്ക് കൊണ്ടുതരാൻ വേണ്ടി ഞാൻ ഫോൺ എടുത്തതാ. അറിയാതെ കൈതട്ടി ഒരു വീഡിയോ ഓപ്പൺ ആയി. വീഡിയോ? വെറും വീഡിയോ അല്ല, ഹോട്ട് വീഡിയോ. എന്തോ ഹോട്ടാണല്ലോ ഇഷ്ടം. ദാ നിങ്ങളുടെ ഫോൺ. ജോൽസിന് അയച്ച വീഡിയോ മെസ്സേജുകളോ? എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇങ്ങനെയാണോ ഒരു മീറ്റിംഗിന്റെ മിനിറ്റ്സ് തയ്യാറാക്കുന്നത്? സോറി സർ. എന്ത് സോറി? വെറുതെ വേഷം കെട്ടി നടക്കാൻ മാത്രം അറിയാം. ഇന്നലത്തെ മീറ്റിംഗിന് താൻ ഇട്ടുകൊണ്ട് വന്നത് എന്ത് തരം ഡ്രസ്സാ? മുംബൈന്ന് വന്നവരെന്ന് ശ്രദ്ധിച്ചത് മീറ്റിംഗിലല്ല, തന്റെ ശരീരത്തിലാ. ഞാൻ സുന്ദരിയായി പോയത് എന്റെ തെറ്റാണോ സർ? സ്റ്റുപ്പിഡ്. ശരീരം പ്രദർശിപ്പിച്ചിട്ടല്ല സൗന്ദര്യം കാണിക്കേണ്ടത്. ഇപ്പൊ തന്നെ താൻ എന്റെ വീട്ടിൽ വന്നതല്ലേ, കുറച്ചുകൂടി ഡീസന്റായ വേഷം തനിക്ക് ധരിച്ചുകൂടെ? സോറി സർ, ഇനി ഞാൻ ചേല ചുറ്റി വന്നോളാം. ചേലം? വേഗം മിനിറ്റ്സ് തയ്യാറാക്കിയിട്ട് താൻ വീട്ടിൽ പോയാ മതി. അയ്യോ, ഞാനിവിടെ തങ്ങേണ്ടി വരുവോ? ഇവിടെയല്ല, താൻ ഓഫീസിൽ പോയിരുന്ന് ജോലി ചെയ്യേ. എന്നിട്ട് അതെനിക്ക് മെയിൽ ചെയ്താൽ മതി. ഞാൻ ഓക്കെ പറഞ്ഞിട്ട് വീട്ടിൽ പോയാൽ മതി. നാളെ മുതൽ കമ്പനിയുടെ ഡ്രസ് കോഡ് കൃത്യമായിട്ട് പാലിക്കണം, അല്ലെങ്കിൽ എനിക്ക് തന്നെ സസ്പെൻഡ് ചെയ്യേണ്ടി വരും. എന്താ ഒരു വീഡിയോ മാത്രം കണ്ടങ്ങ് നിർത്തിയത്? ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്, അതൊക്കെ കൂടുതൽ ഹോട്ടായിരിക്കും. കണ്ണു നിറയെ കാണും. എടോ, താൻ വിചാരിക്കുന്ന പോലെ അല്ല. ഇതെന്റെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന ജോൽസിൻ എന്ന കുട്ടിയാ. പ്രോപ്പറായിട്ട് ജോലി ചെയ്യാതെ എന്റെ വീട്ടിൽ വരെ വന്ന് ഫാൻസി ഡ്രസ് നടത്തിയ ആ കുട്ടിയെ ഞാൻ സസ്പെൻഡ് ചെയ്തു. അതിലുള്ള വിരോധം തീർക്കാനാ ഇത്തരം വീഡിയോകൾ ഇടുന്നത്. വെറുതെ കള്ളം പറയണ്ട. ബോസിനോടുള്ള വിരോധം തീർക്കാൻ ഒരു പെൺകുട്ടിയും സ്വന്തം ശരീരം തുറന്നു കാണിക്കില്ല. തന്നെ പോലെയുള്ള പെൺകുട്ടികളെ മാത്രമേ താൻ കണ്ടിട്ടുള്ളൂ. പ്രതികാരം ചെയ്യാൻ സ്വന്തം ശരീരം ഉപയോഗിക്കുന്നവരും പെൺവർഗത്തിലുണ്ട്. ശരിയായിരിക്കും, അത്തരക്കാരുമായിട്ട് അടുപ്പമുള്ളവർക്കല്ലേ അതൊക്കെ അറിയൂ. നിങ്ങളൊരു സകലകലാ വല്ലഭൻ തന്നെ. അനാവശ്യം പറയരുത്. ഞാൻ എങ്ങനെയാ തനിക്കെന്താ? താനെന്തിനാ എന്റെ കാര്യങ്ങളിൽ തലയിടുന്നത്? ഞാൻ തലയിടും, കാരണം ശിവാനി എന്റെ അനിയത്തിയാ. അവള് വിവാഹം കഴിക്കാൻ പോകുന്ന ആള് ശരിയല്ലെങ്കിൽ ഞാനത് തുറന്നു പറയും. എന്റെ സ്വഭാവം കുഴപ്പം പിടിച്ചതാണെന്ന് ഇന്നും വരെ ആരും പറഞ്ഞിട്ടില്ല. പറയില്ല, കാരണം നിങ്ങൾ പുറമേ മാന്യനാണല്ലോ. പണക്കാരെന്ത് തെറ്റ് ചെയ്താലും അത് പണം കൊണ്ടങ്ങ് മായ്ക്കും. പക്ഷേ ഞങ്ങൾ മിഡിൽ ക്ലാസ്സുകാർ സത്യത്തിനും ധർമ്മത്തിനും മൂല്യം കൽപ്പിക്കുന്നവരാ. സത്യം എന്താണെന്ന് അറിയാതെ സംസാരിക്കുന്ന താൻ സത്യത്തിന് എന്ത് മൂല്യം കൽപ്പിക്കുന്നു ഈ പറയുന്നത്? ഓഹോ, ഇപ്പൊ ഞാനായോ മൂല്യമില്ലാത്തവള്? രഹസ്യമായി ഹോട്ട് വീഡിയോ പങ്കുവെക്കുന്നവർ വലിയ മൂല്യമുള്ളവര് അല്ലേ? വെറുതെ എന്നെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കരുത്. അങ്ങനെ പറയാൻ ദേഷ്യം ഒരാളുടെ കുത്തകയൊന്നുമല്ല. നിങ്ങൾ ദേഷ്യപ്പെട്ട അതിനേക്കാൾ ദേഷ്യം എനിക്കും വരും. ഒന്ന് നിർത്തുന്നുണ്ടോ? ആഹാ, നിങ്ങൾ നിർത്തിയാ ഞാനും നിർത്തും. അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ആന്റിയുടെ സ്വഭാവമാണെങ്കിൽ എന്റെ പിന്നാലെ നടന്ന് എന്നെ ദ്രോഹിക്കും. വെറുതെ അല്ല വസന്തരാമ തന്നെ ശത്രുവായിട്ട് കാണുന്നത്. ഇതല്ലേ സ്വഭാവം? എന്നാൽ എന്റെ സ്വഭാവം നിങ്ങളുടെ ആന്റിയുടെ അത്രയും മോശമല്ല. വസന്തരാമയ്ക്ക് എന്താ കുഴപ്പം? അവരുടെ സ്വഭാവത്തിൽ കുഴപ്പങ്ങൾ മാത്രമേ ഉള്ളൂ.
എന്റെ അമ്മയെക്കുറിച്ച് ഇത്രയും മോശമായിട്ട് സംസാരിച്ച ഒരാളുടെ കൂടെ ഇനി യാത്ര ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഇനി താൻ തനിയെ അങ്ങ് പോയാ മതി. ഇയാളുടെ തനി സ്വഭാവം ഇപ്പോഴാ പുറത്തു വന്നത്. ഒരു പെൺകുട്ടിയെ വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നതാണോ ഇയാളുടെ മര്യാദ? അതും ഒരു അന്യനാട്ടില്. ഇതുപോലെ പാതി വഴിയില് നിങ്ങൾ ശിവാനിയെ ഉപേക്ഷിക്കില്ലാന്ന് എന്താ ഉറപ്പ്? നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ ഇനി എനിക്കും താല്പര്യമില്ല. ഞാൻ ഓട്ടോ പിടിച്ചോ ബസ് പിടിച്ചോ പൊയ്ക്കോളാം. ആ എങ്കിൽ ചെല്ല്. തനിക്ക് ഓട്ടോയും ബസ്സും മാത്രമല്ല, ദേ വിമാനവും കിട്ടും. ചെല്ല്. ഒരു പൊട്ട കാറും കൊണ്ട് വന്നിരിക്കുന്നു. വിമാനം കിട്ടിയില്ലെങ്കിലും ഇതിനേക്കാൾ വിലയുള്ള ബസ്സിൽ ഞാൻ എന്റെ വീട്ടിൽ പോവും. എന്നെ വഴിയിൽ ഉപേക്ഷിച്ച കാര്യം എല്ലാവരോടും ഞാൻ പറയും. എന്നാ ചെന്ന് പറ. തന്റെ വീട്ടുകാർ വന്നിട്ട് എന്നെ അങ്ങ് മൂക്കി കയറ്റും. അഹങ്കാരി. അലഞ്ഞു തിരിഞ്ഞ് ക്ഷീണിച്ച് പാതിരാത്രി ആയാലൊന്നും വീട്ടിലെത്തില്ല. ശാപമാ ശാപം. അയ്യോ അങ്കിള്. ആ മോനെ, പൂജകളൊക്കെ ഭംഗിയായി നടന്നു മുമ്പ് വിളിച്ചപ്പോ നിധി പറഞ്ഞിരുന്നു. ആ അതെ അങ്കിളെ, എല്ലാം നന്നായിട്ട് തന്നെ നടന്നു. ഞങ്ങൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. ഞാൻ റിലേറ്റീവ്സിനെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുന്ന തിരക്കിലായിരുന്നു. ഇനി അധികം സമയമില്ലല്ലോ. ആ അതെ അങ്കിളെ, എല്ലാം എടുപിടിയെന്ന് വേണം. ആ പിന്നെ മോനെ, ഞങ്ങള് വിവാഹത്തിനുള്ള ഡ്രസ്സും ഓർണമെന്റ്സും ഒക്കെ എടുത്തു. ആ അറിഞ്ഞെങ്കിൽ പാറു കുറച്ചു മുമ്പ് ഷോപ്പിംഗ് കഴിഞ്ഞ് വിളിച്ചിരുന്നു. ഒരു ചെറിയ കാര്യം മിസ്സായിപ്പോയി. അതൊന്നു പറയാൻ ഞാൻ നിധിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഓ ഗോഡ്. അവൾ അടുത്തുണ്ടോ? ഞാൻ കുറെ തവണ വിളിച്ചു നോക്കി. മോൻ ഫോണൊന്ന് അവൾക്ക് കൊടുക്കാമോ? നിധി പിണങ്ങിപ്പോയെന്ന് ഞാൻ അങ്കിളിനോട് എങ്ങനെ പറയും? നിധി ഒറ്റയ്ക്ക് പോയെന്ന് പറഞ്ഞാൽ അങ്കിളിന് ടെൻഷനാവും. പാറു ഇക്കാര്യം അറിയും. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവളോട് എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞാലും മതി. എന്ത് ബുദ്ധിമുട്ട്? ഒരു പ്രശ്നവുമില്ല. എങ്കിൽ മോൻ അവൾക്ക് ഫോണൊന്ന് കൊടുക്കാമോ? പ്രശ്നം ഉടനെ സോൾവ് ചെയ്യണം. തൽക്കാലം ഒരു കള്ളം പറഞ്ഞ് പിടിച്ച് നിൽക്കാം. ആ അങ്കിളെ, ഞാനിപ്പോ തൽക്കാലം ഒരു സാധനം വാങ്ങാൻ വേണ്ടി നിൽക്കുക. നിധി കാറിലിരിക്കുക. 5 മിനിറ്റിനുള്ളിൽ ഞാൻ നിധിയെ കൊണ്ട് തിരിച്ചു വിളിപ്പിക്കാം. അതുപോലെ ആ അത് മതി, ധാരാളം. മോൻ മറന്നുപോയില്ലല്ലോ അല്ലേ? ഇല്ലെങ്കിൽ എന്തോ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എനിക്കറിയാം. കാറിലെത്തിയ ഉടൻ ഞാൻ നിധിയെ കൊണ്ട് വിളിപ്പിക്കാം. ആ ശരി മോനെ. ആ ശരി അങ്കിൾ. ഈശ്വര, ഈ വഴക്കാളോട് ഇനി കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമല്ലോ. എന്ത് ചെയ്യും? ഗൗതമിന്റെ കാര്യത്തിൽ ഞാൻ എന്തിനാ ഇത്രയും പൊസസീവ് ആവുന്നത്? അയാൾക്ക് വേറെ പെൺകുട്ടികളായിട്ട് ബന്ധമുണ്ടെങ്കിൽ എനിക്ക് എന്താ പ്രശ്നം? ശിവാനി അത്ര ശരിയൊന്നുമല്ലല്ലോ. നിധി, നിധി നിക്ക, അവിടെ നിക്ക. പിന്നാലെ വരുന്നുണ്ട് സ്ത്രീലമ്പടൻ. നിധി, നിധി, നിധി പോവല്ലേ. ഇവിടെ അടുത്ത് എങ്ങും ഓട്ടോ സ്റ്റാൻഡില്ല. നമുക്ക് കാറിൽ തന്നെ പോവാം. വേണ്ട, ഞാൻ നടന്നോളാം. എടോ, തനിക്ക് വിശക്കുന്നില്ലേ? വിശന്ന് ചത്താലും കുഴപ്പമില്ല. എന്നാലും നിങ്ങളുടെ കാറിൽ ഇനി ഞാൻ കയറില്ല. അങ്ങനെ പറയരുത്. ഞാൻ സോറി പറയാം. സോറി, ഞാൻ തന്നോട് വഴക്കിടാൻ പാടില്ലായിരുന്നു. വഴക്കിട്ടതിൽ എനിക്ക് ഒരു പ്രശ്നമില്ല. വായി തോന്നിയതൊക്കെ ഞാനും പറഞ്ഞില്ലേ. പക്ഷെ എന്നോട് സാർ കാറിൽ കൂടെ വരണ്ടെന്ന് പറയാൻ പാടില്ലായിരുന്നു. സത്യമായിട്ട് സോറി. താൻ എന്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല. എന്റെ അമ്മയെക്കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. തനിക്കും അങ്ങനെ തന്നെയല്ലേ? തന്റെ അമ്മയെക്കുറിച്ചോ അമ്മാവിനെ കുറിച്ചോ ഞാൻ മോശമായിട്ട് പറഞ്ഞാ തനിക്ക് സഹിക്കോ? ഇല്ല. ഐ എം റിയലി സോറി നിധി. അങ്ങനെയാണെങ്കിൽ എന്നോടും ക്ഷമിക്കണം. അപ്പൊ ഞാനും സോറി, താനും സോറി. ഓക്കെ അല്ലേ?